കുട്ടനാടൻ ഗ്രാമമായ നെടുമുടി പഞ്ചായത്തിലെ അടിസ്ഥാന വികസന പ്രശ്നങ്ങൾ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് പോരിനിറങ്ങിയ എൻ.ഡി.എക്ക് ഇക്കുറി 100% വിജയപ്രതീക്ഷ. കുടിവെള്ളക്ഷാമവും റോഡുകളുടെ ദുരവസ്ഥയും തെരുവുനായ ശല്യവും തുടങ്ങി നാട്ടുകാരെ വലയ്ക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് മുന്നണി മുന്നോട്ട് വയ്ക്കുന്നത്. നെടുമുടിയിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥികൾക്കൊപ്പം ആലപ്പുഴയിൽ നിന്ന് സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ടുവരാം. LDFും UDFും മാറി മാറി ഭരിച്ച ഒരു കുട്ടനാടൻ ഗ്രാമമാണ് നെടുമുടി. ഇവിടെ നിരവധി വികസന പ്രശ്നങ്ങളാണുള്ളത്. കുടിവെള്ളക്ഷാമമുണ്ട്, ഗതാഗത സംവിധാനങ്ങളുടെ പോരായ്മകളുണ്ട്, ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മാലിന്യം വലിയൊരു പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നു. വെള്ളപ്പൊക്ക ഭീഷണി വലിയ രീതിയിൽ നേരിടുന്ന ഒരു പഞ്ചായത്താണ് നെടുമുടി. ഇവിടുത്തെ വികസന പ്രശ്നങ്ങൾ തന്നെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തവണ NDA പഞ്ചായത്ത് പിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയിട്ടുള്ളത്. ആ സ്ഥാനാർത്ഥികൾ ഇവിടെ ശക്തമായ പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ്. അവരോട് തന്നെ ചോദിക്കാം, ഏത് രീതിയിലാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? എത്രത്തോളം വിജയപ്രതീക്ഷയുണ്ട്? നമുക്കിവിടെ നെടുമുടി പഞ്ചായത്തിൽ 15 വാർഡുകളാണുള്ളത്. 15 വാർഡിലും 4 ബ്ലോക്ക് ഡിവിഷനുകളിലും ഒരു ജില്ലാ ഡിവിഷനിലും നമുക്കിവിടെ സ്ഥാനാർത്ഥികളുണ്ട്. വളരെ അടിസ്ഥാനപരമായ വർക്കുകൾ ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എല്ലാ വിധത്തിലുള്ള അതായത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക തുടങ്ങി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന എല്ലാ പദ്ധതികളുടെയും ഉപഭോക്താക്കളെ ഇവിടെ നമുക്കുണ്ട്. നമ്മൾ തന്നെ നേരിട്ട് പല പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ PM വിശ്വകർമ്മയാണെങ്കിലും ജലജീവൻ മിഷനാണെങ്കിലും എല്ലാ കിസാൻ സമ്മാന നിധി തുടങ്ങിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അടിസ്ഥാനപരമായ വോട്ട് ചേർക്കൽ തുടങ്ങിയ വർക്കുകൾ നല്ല പോലെ ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുള്ളത്. ഈ കുട്ടനാട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്നു കിടക്കുന്ന പ്രദേശമാണ്. ഏറെ സവിശേഷതകളുള്ള ഒരു ഭൂപ്രദേശമാണ്. ഇവിടെ വളരെ പ്ലാനിങ്ങോടുകൂടി കാര്യങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ ഇവിടെ ജനങ്ങൾക്ക് നല്ല ഒരു ജീവിതമുണ്ടാകുകയുള്ളൂ. ദൗർഭാഗ്യം കൊണ്ട് നമുക്ക് അറിയാം, 5 വർഷം മാറി മാറി ഭരിച്ച് ഇവിടെ നടവഴികളില്ല. വെള്ളവും അതുപോലെ തന്നെ ഈ വഴി പ്രധാനമായ ഇത് അക്കീറ്റുമടം എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ നിന്ന് പൈക്കരയിലേക്കുള്ള റോഡ് നടന്നു പോകാൻ പോലും പറ്റാത്ത രീതിയിൽ ചെളി വന്ന് മൂടി നടക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ഈ പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളും. ഇവിടെ സമഗ്രമായ ഒരു വികസനമാണ് വേണ്ടത്. ഭാരതത്തിനെ എങ്ങനെ ഈ കെടുകാര്യസ്ഥത കൊണ്ടും അതുപോലെ തന്നെ ദുർഭരണം കൊണ്ടും നശിച്ചു കിടന്ന ഭാരതത്തെ ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ എത്തിക്കാൻ സാധിച്ച BJP സർക്കാരിൻ്റെ അതേ വിഷനോടുകൂടി തന്നെ ഇവിടെ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ ജനജീവിതം സുസാധ്യമായി നടക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള അടിസ്ഥാന വർക്കുകളെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇവിടെ നമുക്ക് നല്ല ഒരു ശതമാനം ആളുകൾ ഇത്തവണ ഭരണം മാറി വരണമെന്നും 5 വർഷക്കാലം ഇവരെ ഇങ്ങനെ സഹിക്കാൻ ഇനി പറ്റുകയില്ലെന്നും ഉള്ള തീരുമാനത്തോടു കൂടി മുന്നോട്ടിറങ്ങി വന്നിട്ടുണ്ട്. നമ്മളെ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിക്കുമെന്നും ഈ പഞ്ചായത്ത് BJP ഭരിക്കുമെന്ന ഉത്തമമായ വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ജനങ്ങളെ നേരിടുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ നിൽക്കുന്നതിൻ്റെ സമീപത്ത് തന്നെയുള്ള തോട് മാലിന്യം നിറഞ്ഞു കിടക്കുന്നതാണ്. ഇത്തരം അടിസ്ഥാന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തന്നെയാണ് ഓരോരുത്തരും ആവശ്യപ്പെടുന്നത്. ഇതിൻ്റെ അതേ സാഹചര്യത്തിൽ തന്നെ മാറി മാറി ഭരിച്ചവർ ഇത്തരം ജനകീയ വിഷയങ്ങളൊന്നും തന്നെ കാണാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചോദിക്കാം, എത്രത്തോളം ഒരു വികസന പ്രശ്നങ്ങൾ ജനങ്ങൾ ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കുന്നുണ്ട്? ഇവിടെ മുൻപ് പറഞ്ഞ കണക്ക് തന്നെ നെടുമുടി പഞ്ചായത്ത് വികസനമാണ് BJPയുടെ മാതൃകയായിട്ട് നമ്മൾ പറയുന്നത്. അത് നമ്മൾ നടപ്പിലാക്കാനായിട്ട് 15 വാർഡിലും സ്ഥാനാർത്ഥികളെ നിർത്തുകയും 4 ബ്ലോക്കിലേക്കും 2 ജില്ലാ പഞ്ചായത്തിലേക്കും സ്ഥാനാർത്ഥികൾ വിടുന്നുണ്ട്. ഞങ്ങൾ ആദ്യം മുതലേ തന്നെ ഒരു വർഷം മുതലേ ഈ വർക്കുകൾ, അതായത് മെമ്പർഷിപ്പ് മുതൽ ബാക്കിയെല്ലാം ചെയ്യുന്നുണ്ട്. അത് കുടിവെള്ളത്തിൻ്റെ ജൽജീവൻ്റെ ഇവിടെ 1000 വീട്ടുകാർക്ക് വെള്ളം കൊടുത്തിട്ടുണ്ട്. അത് കണക്ക് തന്നെ ഉജ്ജ്വൽ യോജന വഴി നമുക്ക് ഗ്യാസ് കൊടുത്തിട്ടുണ്ട്. 50 വീട്ടുകാർക്കുള്ള നമ്മൾ ഗ്യാസ് കൊടുത്തിട്ടുണ്ട്. അത് കണക്ക് തന്നെ കേരളത്തിൽ PM വിശ്വകർമ്മ എന്ന് പറയുന്ന ആ ഒരു പദ്ധതി കേരളത്തിൽ നെടുമുടി പഞ്ചായത്താണ് 1ാം സ്ഥാനം. അങ്ങനെ ഒരുപാട് പദ്ധതികൾ പിന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചോദിച്ചു ചെല്ലുമ്പോൾ ആൾക്കാരുടെ ഒരു പ്രതികരണം എങ്ങനെയുണ്ട്? ഇതൊക്കെ തിരിച്ചറിഞ്ഞാണോ അവരുടെ പ്രതികരണം? പഴയ കാലങ്ങളിൽ ഞങ്ങൾ വോട്ടിന് പോകുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് വരെ ഇറക്കി വിടാറുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അതല്ല, ഒരു 80% വീട്ടിലും ഞങ്ങളെ സ്വാഗതം ചെയ്ത് അകത്തേക്ക് കയറ്റുവാണ്. അങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസങ്ങളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുള്ളത്, ഞങ്ങൾ ജയിക്കും. അതുതന്നെയാണ്, ജനങ്ങളുടെ മനസ്സ് മാറിയിട്ടുണ്ട്. ഒരു മാറ്റത്തിനായി അവരും കൊതിക്കുന്നു. അത് പ്രതീക്ഷയായി തന്നെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് നെടുമുടി പഞ്ചായത്തിൽ NDA മുന്നേറ്റം കൊതിക്കുന്നതും.